ഹായ് ഗായ്സ്, ബൈബിളിലെ ദാവീദ് ഗോലിയാത്ത് സ്റ്റോറി കേട്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല. താരതമ്യേന നിസ്സാരനായ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ ഗോലിയാത്ത് എന്ന അതിഭീമാകാരനെ നിസ്സാരമായ ഒരു കവണയിലെ കല്ലുകൊണ്ട് അടിച്ചിടുന്നൊരു കഥയാണത്. കേൾക്കുമ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറിയാണെങ്കിലും വളരെയധികം കേട്ട് പഴകി പ്രഡിക്റ്റബിളായി പോയൊരു സ്റ്റോറിയാണത്. അതുതന്നെയാണ് ദാവീദ് എന്ന ചിത്രത്തിൻ്റെ പ്രശ്നം. നിസ്സാരനായ ആഷിഖ് അബു എന്ന ചെറുപ്പക്കാരൻ ഒരു പ്രൊഫഷണൽ ബോക്സറെ നേരിടേണ്ടി വരുന്നതും അതിൽ അയാൾ വിജയിക്കുമോ ഇല്ലയോ എന്നതുമാണ് ഈ ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. ആക്ഷൻ റോളുകൾ ചെയ്യാൻ പെപ്പയ്ക്കുള്ള ഈസ് നമ്മളെല്ലാവർക്കും പരിചിതമാണ്. ഇത്തവണ അത്തരത്തിലൊരു റോളാണ് അയാൾ കിട്ടിയിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ബോക്സറായി അതിനുവേണ്ടി ശരീരം തയ്യാറാക്കി സിക്സ് പാക്ക് എല്ലാമായിട്ടാണ് പെപ്പെ വന്നിരിക്കുന്നത്. പെപ്പയ്ക്ക് ഓപ്പോസിറ്റ് എത്തിയിരിക്കുന്ന വിദേശ താരവും വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. ഇവർ തമ്മിലുള്ള ഫൈറ്റ്സ്, ഇവർ തമ്മിലുള്ള ഫേസ് ഓഫ്, ഇതെല്ലാം വളരെ മികച്ച രീതിയിൽ കൊറിയോഗ്രാഫ് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് നമ്മുടെ മുന്നിലെത്തിക്കാൻ ടീമിന് വളരെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ആ രംഗങ്ങൾക്ക് വരുന്ന പ്രെഡിക്റ്റബിലിറ്റിയാണ്. സിനിമയുടെ ആദ്യ പകുതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെയധികം സമയം എടുക്കുന്നുണ്ട്. അവിടെ വളരെ സട്ടിലായിട്ടുള്ള ഹ്യൂമർ വർക്കൗട്ട് ആകുന്നുണ്ട്, ചിലയിടങ്ങളിൽ അത് വർക്കൗട്ട് ആകുന്നുമില്ല. പക്ഷെ കഥയിലേക്ക് വരാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ എടുത്തത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവിടെയുള്ള ആ അനാവശ്യമായിട്ടുള്ള രംഗങ്ങളെല്ലാം കട്ട് ഷോട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു എന്ന് തോന്നി. ചിത്രത്തിലെ താരങ്ങളെല്ലാം വളരെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബോക്സിംഗ് കോച്ചായിട്ട് വരുന്ന വിജയരാഘവൻ, വൈഫായി വരുന്ന ലജോമോൾ, മകളായി വരുന്ന കുട്ടി, പിന്നെ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ബോക്സിംഗ് താരം സൈജു കുറുപ്പ് തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളും വളരെ നല്ല പ്രകടനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സിനിമയുടെ പോരായ്മ എന്ന് പറയുന്ന എഴുത്തിലാണ്. കാര്യം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി പുതുമ രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം അതിനെ ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവിൽ നിന്ന് അവതരിപ്പിക്കാൻ എഴുത്തുകാർക്ക് സാധിക്കുന്നില്ല. നായകൻ്റെ ഫ്ലാഷ് ബാക്ക് കുറച്ച് ക്രിയേറ്റ് കാണിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ മൊത്തത്തിലൊരു ഹൈ തരേണ്ട മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ കണക്ട് തരേണ്ട മൊമെൻറ്റ്സ് ഒക്കെ സിനിമയിൽ വളരെ കുറവാണ്. ഇൻഫാക്ട് തരുന്നില്ലെന്ന് തന്നെ പറയാം. അതുതന്നെയാണ് സിനിമയുടെ പ്രധാന പാകപ്പുഴ. എഴുത്തിൽ ഈ പാകപ്പുഴ ഒന്ന് ശ്രദ്ധിച്ച് സിനിമ കുറച്ചുകൂടെ ട്രിപ്പാക്കി എടുത്തിരുന്നെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നേണ്ടിയിരുന്ന സബ്ജക്റ്റ് തന്നെയാണത്. ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു സിനിമയൊന്നും അല്ല ഇത്. ഒരു തവണ തീർച്ചയായും കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണത്. പക്ഷേ ഒരു മികച്ച സിനിമ അനുഭവമായിട്ട് മാറുന്നതിൽ നിന്ന് ഇതിനെ കുറേ ഫാക്ടേഴ്സ് ബന്ധിപ്പിക്കുന്നുണ്ട്. അത്തരം ചില ഫാക്ടേഴ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒരുപക്ഷെ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തിരുന്നെങ്കിൽ ഈ സീസണിൽ ഇറങ്ങിയ മികച്ചൊരു സിനിമയായി മാറിയേനെ. ആ അഭിപ്രായം കേൾപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയാതിരുന്നതാണ് ഇതിൻ്റെ പോരായ്മ. എനിവേ, നിങ്ങൾക്ക് പെപ്പയുടെ ക്വെൻറ്റിലിടി അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ചിത്രം തന്നെയാണത്. സോ ബൈ.